Good morning, all of you. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ BECC 132 BA എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ എക്കണോമിക്സ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു സെഷൻ ഇതിലെ ഉടനീളം, അതായത് ആദ്യത്തെ യൂണിറ്റ് മുതൽ അവസാനത്തെ യൂണിറ്റ് വരെ കടന്നു വരുന്ന ഓരോരോ കൺസെപ്റ്റിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഓരോ ചാപ്റ്ററിലൂടെയും കടന്നു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്ന കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അവയുടെ മീനിങ് എന്താണ്, ഇതൊക്കെയാണ് ഇന്ന് ഈ ഒരു സെഷനിൽ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അത് ഗ്ലോസറി എന്ന പേരിൽ ഏറ്റവും ലാസ്റ്റായിട്ട് അതുണ്ടതാണ്. അപ്പോൾ കൺസെപ്റ്റിൽ ആ ഒരു പദപ്രയോഗം, ആ കൺസെപ്റ്റിൻ്റെ മീനിങ്, ഇവയെല്ലാം നോക്കാം. അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്താ? Producing goods and services demanded by consumers at a price that reflect the marginal cost of supply. അതായത് സാധന സേവനങ്ങൾ ആര് ഡിമാൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഉപഭോക്താക്കൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിന് അനുകൂലമായ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിവിടെ റിഫ്ലക്ഷൻ ഉണ്ടാവുക മാർജിനൽ കോസ്റ്റ് ഓഫ് സപ്ലൈ. അപ്പോൾ മാർജിനൽ കോസ്റ്റിനും പ്രൈസിനും അനുകൂലമാകുന്ന രീതിയിലായിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ആ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും എന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അവിടെ ഒരു മെയിൻറ്റെയിനിങ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ. സോ ദാറ്റ് ഈസ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. ഇറ്റ് മീൻസ് ദ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡഡ് ബൈ കൺസ്യൂമേഴ്സ് അറ്റ് എ പ്രൈസ് ദാറ്റ് റിഫ്ലക്റ്റ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൈസ്. അബ്നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് ദ എക്സസ് ഓഫ് പ്രോഫിറ്റ് റാദർ ദാൻ നോർമൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻ എക്സസ് ഓഫ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിലോ മൊണോപ്പൊളി പ്രോഫിറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അബ്നോർമൽ പ്രോഫിറ്റ് മേ ബി മെയിൻറ്റെയിൻഡ് ഇൻ എ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ്. ഇതെവിടെ അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുക? ഒരു മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ. അത് പ്രത്യേകിച്ചും ഏത് കാലയളവിൽ? ലോങ് റൺ പീരീഡിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ബാരിയേഴ്സ് ടു എൻട്രി. അങ്ങോട്ട് ലോങ് റൺ അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും എൻട്രി ബാരിയർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ അബ്നോർമൽ പ്രോഫിറ്റ് അവിടെ അനുവദനീയമായിട്ട് വരുന്നത്. ദെൻ അഡ്വേഴ്സ് സെലക്ഷൻ. It means when one party to deal is making optimal choice because of asymmetry in information. അതായത് അഡ്വേഴ്സ് സെലക്ഷൻ എന്നാണ് പറയുക. വൺ പാർട്ടി ഒരു ഡീല്, ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ല ഒരു കച്ചവടത്തിൻ്റെ കേസിൽ രണ്ടുപേരുണ്ടാവുമല്ലോ, അതിൽ ഒരു പാർട്ടി സബ് ഓപ്റ്റിമൽ ചോയ്സ് ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ടാണ്? കിട്ടുന്ന ഇൻഫോർമേഷനിലുള്ള ഒരു ശരിയായ രീതിയിലുള്ള ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട്. അസിമെട്രിയാണ്. അപ്പോൾ അതൊരു ഐക്യത, രൂപരേഖ വ്യക്തമായി വല്ലാതെ വരുമ്പോൾ ഒരു പാർട്ടി ആ ഡീലിനകത്ത് സബ് ഓപ്റ്റിമൽ ചോയ്സ് നടത്താനിടയാകുന്നു എന്നുള്ളതാണ്. ദെൻ അഗെയിൻ അടുത്ത അനദർ ടൈം കൊളൂസീവ് ബിഹേവിയർ. കൊളൂസീവ് ബിഹേവിയർ എവിടെയാണ്? ഒലിഗോപ്പൊളിയിലാണ്. അപ്പോൾ ഒലിഗോപ്പൊളി ഇൻഡസ്ട്രിയിലാണ് കൊളൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അവിടെ എന്താ പ്രത്യേകത? ഫ്യൂ ഫേംസ് വെയറിൻ പ്രൊഡ്യൂസേഴ്സ് എഗ്രി എമംഗ് വൺ അനദർ ആസ് ടു പ്രൈസിംഗ് ഓഫ് ഔട്ട്പുട്ട്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഔട്ട്പുട്ട് എമംഗ് ദംസെൽസ്. Cartels such as OPEC, OPEC are collusive oligopolies. അത് പരസ്പര ധാരണയോടുകൂടി പ്രൈസ് ഫിക്സേഷനും പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു ബിഹേവിയർ അവർ സെറ്റ് ചെയ്യുകയാണ്. ആ ഇൻഡസ്ട്രിയിൽ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ആ കുറച്ച് പേര് ചേർന്നിട്ട് പരസ്പര ധാരണയിൽ എത്തിച്ചേരുന്നു, ചില എഗ്രിമെൻറ്റിലെല്ലാം ഏർപ്പെടുന്നു. അതാണ് കാർട്ടൽ എന്ന രൂപത്തിലുള്ളത്. അതുപോലെ ഒപ്പെക് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇതെല്ലാം കൊളൂസീവ് ബിഹേവിയറിന് എക്സാമ്പിളാണ്. ദെൻ കോർണോട്ട് മോഡൽ. കോർണോട്ട് എന്ന ഒരാൾ ഡെവലപ്പ് ചെയ്ത മോഡലാണ്. കോർണോട്ട് മോഡൽ എവിടെയാണ്? ഒലിഗോപ്പൊളിയിലാണ്. അസംഷൻ എന്താണ്? ദ റൈവൽ ഫേംസ് പ്രൊഡ്യൂസ് എ ഹോമോജീനസ് പ്രോഡക്റ്റ് ആൻഡ് ഈച്ച് അറ്റംപ്റ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ ചൂസിങ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ആൾ ഫേംസ് ചൂസ് ഔട്ട്പുട്ട് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ കോർണോട്ട് മോഡൽ ഓഫ് ഒലിഗോപ്പൊളി അസ്യൂം ചെയ്യുന്ന കാര്യം എന്തെന്നാൽ, എതിരാളികളായ ഫേംസ് എല്ലാം തന്നെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഓരോരുത്തരും പ്രോഫിറ്റ് മാക്സിമൈസേഷന് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി തുനിയുന്നു. ആൾ ഫേംസ് ചൂസ് ഔട്ട്പുട്ട് സൈമൾട്ടേനിയസ്ലി. ഓക്കെ. ദെൻ കാർട്ടൽ. Cartel means an association of manufacturers or suppliers with the purpose of maintaining prices at a high level and restricting competition. ഇതാണ് കാർട്ടൽ എന്നുള്ളത്. ഓക്കെ. കോമ്പറ്റീഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഇത് മാനുഫാക്ചറേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. മെയിൻ പർപ്പസ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലവിലുള്ള അതിലെ പങ്കാളികൾക്ക് ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുക ബൈ ഹൈ ലെവൽ പ്രൈസസ്. Then common resources. These are resources where there are many users but no owner. Resources
യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിനൊന്നും കോമൺ റിസോഴ്സസ് എന്ന രീതിയിൽ അതിന് വ്യക്തമായി ഒരു ഓണറിനെ അങ്ങ് എടുത്ത് പറയാനുണ്ടാവില്ല എന്നുള്ളതാണ്. ദെൻ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. ഇറ്റ് മീൻസ് എ കൺട്രി ഹാസ് എ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് എ ഗുഡ് എ ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ ഈസ് ലോവർ അറ്റ് ഹോം ദാൻ ഇൻ അതർ കൺട്രി. എന്താണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുക? രണ്ട് രാജ്യങ്ങളെടുക്കുക. എ എന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു, ബി എന്ന പ്രോഡക്റ്റ് ചൈനയിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യത്തിനും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ താരതമ്യേന കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആ ഒരു എക്സ്പെൻസ് കുറവായിരിക്കും എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇരു രാജ്യത്തിനും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ താരതമ്യേന നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സോ വൺസ് അഗെയിൻ എ കൺട്രി ഹാസ് എ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ് എ ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ ഈസ് ലോവർ അറ്റ് ഹോം ദാൻ ഇൻ അതർ കൺട്രി. Another concept, derived demand. It refers to demand for factors of production as their demand is derived from the demand for goods and services. അതായത് ഇപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത് മറ്റെന്തിലൂടെ നേടിയെടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉൽപ്പാദന ഘടകങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ആ ഉൽപ്പാദന ഘടകങ്ങളുടെ ആവശ്യം അത് ഡിറൈവ് ചെയ്തത് അത് ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് ഉണ്ടായതിനെ തുടർന്നാണ് എന്നതുകൊണ്ടാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുക. Then what is economic profit? A firm's revenue less than economic cost. That is economic profit. So the difference between revenue and cost, that is profit. Then economic cost. The economic cost includes the accounting cost and the opportunity cost of the factor of production in its next best alternative uses. Okay. അതായത് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു സാധനം ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഏത് ഫാക്ടറാണോ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്, അപ്പോൾ ആ വിട്ടുകൊടുക്കുന്ന ഫാക്ടറുമായി ബന്ധപ്പെട്ട ചിലവ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് അൾട്ടർനേറ്റീവ് യൂസ്. ദെൻ എക്സസ് കപ്പാസിറ്റി. ഇറ്റ് മീൻസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ലെസ് ദാൻ വാട്ട് ഇറ്റ് ഈസ് അച്ചീവബിൾ ഓർ ഓപ്റ്റിമൽ ഫോർ എ ഫോം. ദിസ് ഓഫൺ മീൻസ് ദാറ്റ് the demand for the product is below what the business could potentially supply to the market. Then economic rent. It refers to payment for the use of something which is fixed in supply. Then externalities. It means that a beneficial effect occur in an economy when the production or consumption of a specific good impact a third party that is not directly related the production or consumption. Some ബെനഫിഷ്യൽ എഫക്റ്റാണ് ഒരു ഏരിയയിൽ ഉണ്ടാകുന്നതാണ്. അതായത് ഒരു ഉൽപ്പാദന പ്രവർത്തനമോ അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് എ സ്പെസിഫിക് ഗുഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഉപയോഗിക്കുക, അത് മുഖേന മറ്റൊരു പാർട്ടിക്ക് ഉണ്ടാകുവാൻ നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകാനിടയുള്ള ചില ബെനഫിഷ്യൽ എഫക്റ്റ് ആവാം, അല്ലെങ്കിൽ സൈഡ് ബാഡ് എഫക്റ്റ്, അങ്ങനെ എന്തെല്ലാം ആവാം. അതെല്ലാം തന്നെ എക്സ്റ്റേണാലിറ്റീസ് ആണെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു മദ്യഷോപ്പ് വരുന്നു, ആ മദ്യഷോപ്പ് വരുമ്പോൾ ആ പ്രദേശവാസികൾക്ക്, അത് നിലനിൽക്കുന്ന ഏരിയയിലുള്ള ആൾക്കാരൊക്കെ അവരുടെ ഗാർഹികപരമായിട്ട് കുടിയന്മാരായി മാറുമ്പോഴേക്കും അവിടുത്തെ വീടുകളിലെ ഭാര്യമാർക്കുണ്ടാകുന്ന വിഷമതകൾ, അത് എക്സ്റ്റേണാലിറ്റീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദെൻ എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇറ്റ് മീൻസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്, ഔട്ട്പുട്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്സ്, ഔട്ട്പുട്ട്സ് സച്ച് ദാറ്റ് എനി ചേഞ്ച് ഇൻ ദി എക്കോണമി ക്യാൻ മേക്ക് സം വൺ ബെറ്റർ ഓഫ് only by making someone worse off. That is efficient allocation of resources. അതായത് ഇൻപുട്ട് ഒരു വിഭാഗം എടുത്തു, അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും ആ കോമ്പിനേഷനിൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുത്തുമ്പോഴേക്കും ആ ചേഞ്ചസ് ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിലരെ ഏതെങ്കിലും തരത്തിലെല്ലാം അതിലെ ചില എഫക്റ്റ് ദോഷമാക്കി മാറ്റാം, അതല്ലെങ്കിൽ ഗുണമുണ്ടാക്കി തീർക്കാം. അപ്പോൾ അങ്ങനെ റിസോഴ്സിൻ്റെ അലോക്കേഷൻ, ഉപയോഗം മുഖേന, അലോക്കേഷൻ എന്ന് പറയുന്ന ഉപയോഗമാണ്. അപ്പോൾ എപ്രകാരമാണോ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻ എടുത്തത് കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ് റിസോഴ്സ് അലോക്കേഷൻ്റെ എഫിഷ്യൻസി എന്നതിലൂടെ അർത്ഥമാക്കുക. Then again, free rider. It means one person is using the benefit of a good without paying anything for it. ഒരു സാധനത്തിൻ്റെ ബെനിഫിറ്റ് ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നു, അതിനുവേണ്ടി അയാൾ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും മുടക്കാതെ കയ്യിൽ കിട്ടുന്ന ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് ഫ്രീ റൈഡർ എന്ന് പറയുക. Then factor endowments. A country's endowments of resources like land, labor, capital, etc. അതായത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ലഭ്യതയുള്ള വിഭവങ്ങളാണ് ഫാക്ടർ എൻഡോമെൻറ്റ്സ് എന്ന് പറയുക. അതിനകത്ത് എന്തെല്ലാം ഉൾപ്പെടാം? റിസോഴ്സസ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിവ ഉൾപ്പെടാമെന്ന് പറയാം.
Then interest, it refers to a payment for the use of capital. അതായത് മൂലധനം ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്ന അതിൻ്റെ പേയ്മെൻ്റാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ഫോർ മാൻ മെയ്ഡ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Then again, imperfect competition. It means that a market situation exists whenever a market, or hypothetical or real, it violates the abstract tenets of neoclassical, pure or perfect competition. Then imperfect information means വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുക. It is a situation in which the parties of to a transaction have different information as when the seller of a used car has more information about its quality than the buyer. In other words, a situation when information about the goods and services available to buyers and sellers are not symmetric. Then indifference curve or utility frontier. It means that it represents a series of combinations between two different economic goods, between which an individual would be theoretically indifferent, regardless of which combination he received. എന്ന് പറഞ്ഞാലോ, സീരീസ് ഓഫ് കോമ്പിനേഷൻസ് അവൈലബിൾ ആയിട്ട് ഒരു കൺസ്യൂമറിൻ്റെ മുന്നിൽ ഉപയോഗിക്കാൻ കിട്ടുന്നു. അത് എക്കണോമിക് ഗുഡ്സ് ആവാം. അതിൽ നിന്ന് ഒരു കോമ്പിനേഷൻ ഏത് തിരഞ്ഞെടുത്താലും അതിനകത്ത് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും തോന്നില്ല. അതിൽ ആ കോമ്പിനേഷനിൽ ഏത് ഇതെടുത്താലും അയാൾക്ക് സെയിം സാറ്റിസ്ഫാക്ഷനായിരിക്കും കിട്ടുക. ദെൻ ഐസോകോണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ചാർട്ട് ആൾ ഇൻപുട്ട് കോമ്പിനേഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് സ്പെസിഫൈഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതൊരു ചാർട്ടായിട്ട് നമുക്ക് വരച്ചു കൊണ്ടുവന്നാൽ ആ ചാർട്ടിൽ ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻ കാണിക്കുന്നത് ഏതാണോ അത് നമുക്കൊരു ആ കോമ്പിനേഷൻ കൊണ്ടൊരു സ്പെസിഫൈഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Then international trade, the trade that take place between buyer and seller of two different nations is called international trade. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തപ്പെടുന്ന വ്യാപാരമാണ്, അതാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. Then period long run, the time period when all goods including plant capacity are available. വേണ്ടത്ര തോതിലുള്ള കാലയളവ് കിട്ടുമ്പോൾ ആ കാലയളവിൽ പ്ലാന്റ് കപ്പാസിറ്റി അതെല്ലാം തന്നെ വേരിയബിൾ ഫാക്ടറാണെന്നറിയാം. ഇവയെല്ലാം നമുക്ക് വേണ്ടത്ര തോതിൽ ആവിഷ്കരിക്കുവാൻ കിട്ടുന്നൊരു ടൈം, ദാറ്റ് ഈസ് ലോങ് റൺ. Then labor union, that is a recognized organization of workers that seeks protection of their rights. Then again monopoly. The monopoly is a firm that is sole seller of a product without a close substitutes. Okay, monopolistic competition. There are a large number of firms that produce differentiated products which are close substitutes to each other. Okay. Then marginal physical product. Change in the quantity produced as a one additional unit of the variable factor keeping all factors constant. അതായത് വേരിയബിൾ ഫാക്ടറിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ ചേർത്തുകൊണ്ട് നിലവിലുള്ള ഫിക്സഡ് ഫാക്ടറിനോട് ചേർത്ത് യോജിപ്പിച്ചുകൊണ്ട് അഡീഷണലായിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഫിസിക്കൽ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് എ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. Then marginal revenue product. It means that the product multiplied by marginal revenue. Then minimum wage act. You see the government law which fixes the minimum level of wages payable. Then marginal rate of substitution. എന്താണ്? The rate of substitution, that is the amount of a good that a consumer is willing to give up for another good, as long as the new combination of the two goods is equally satisfying. It is used in indifference theory analysis to analyze consumer behavior. Then marginal rate of technical substitution. It is the rate of transformation or technical substitution is the rate at which one good must be sacrificed in order to produce a single extra unit of another good, assuming that both goods require the same scarce inputs. Then market imperfection. These are conditions in market which are not conducive to perfect competition. Then moral hazard. Deliberate കൺസീൽമെൻറ്റ് ഓഫ് സം ഇൻഫോർമേഷൻ ഫ്രം ദി അതർ പാർട്ടി. രണ്ട് പേര് തമ്മിൽ ഒരു ഡീൽ നടത്തുമ്പോഴേക്കും ബോധപൂർവം ഒരു പാർട്ടി കൂടെ നിൽക്കുന്ന പാർട്ടിയിൽ നിന്നും ഇൻഫോർമേഷൻസ് എല്ലാം മറച്ചു വയ്ക്കുന്നതാണ് മോറൽ ഹസാർഡ്. ദെൻ മാർക്കറ്റ് ഫെയിലർ. ഇറ്റ് റെഫേഴ്സ് ടു ഫെയിലർ ഓഫ് മാർക്കറ്റ് മെക്കാനിസം ടു അച്ചീവ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ദി എക്കോണമി. Then mercantilism. It is the trade theory which postulates that countries should encourage export and discourage imports. The theory argues that a nation should increase exports and reduce import, and export is the only way to accumulate wealth. Okay. Then normal profit. Normal profit is an economic condition occurring when the difference between a firm's total revenue and total cost is equal to zero. Then non-collusive behavior that exists in oligopoly market, and here actual conduct or actual behavior of firms within a market
The concentration ratios measures the extent to which a market or industry is dominated by a few firm leading firms. When these firms agree to believe in a particular manner, it is said to be collusive behavior of market. ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് പേര് കൂടി ചേർന്ന് പ്രത്യേക രീതിയിൽ ചില കാര്യങ്ങളെപ്പറ്റി ഒരു പൊതുധാരണ വരുത്തി ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്വയം ചേർന്ന് തീരുമാനിക്കപ്പെടുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ അവിടെ റേസ് ചെയ്യുന്നത്. അടുത്തത് നോൺ എക്സ്ക്ലൂഷൻ, ഒഴിവാക്കാതിരിക്കൽ. ഇറ്റ് മീൻസ് വി കനോട്ട് എക്സ്ക്ലൂഡ് നോൺ പേയേഴ്സ് ഫ്രം കൺസ്യൂമിങ് ഇറ്റ്. പൈസ കൊടുത്തില്ല എന്നും പറഞ്ഞ് അവരെ അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് എല്ലാ ജനങ്ങൾക്കും വേണ്ടി നൽകുന്ന സർവീസസ്, ഇപ്പോൾ റോഡ്, പൊതുഗതാഗത റോഡുകൾ, ഇതൊക്കെ നമുക്ക് തന്നെ ഉപയോഗിക്കാം. അതിൽ നമ്മൾ പൈസ കൊടുക്കുന്നില്ല കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ദെൻ നോൺ റൈവൽ, ഇറ്റ് മീൻസ് ദാറ്റ് വെൻ പേഴ്സൺ കൺസ്യൂം എ ഗുഡ് ഇറ്റ് വിൽ നോട്ട് ഡിമിനിഷ് അതർ പേഴ്സൺസ് ഷെയർ. ഒരു ഗുഡ് ഒരു വ്യക്തി ഉപയോഗിച്ചു, അതുകൊണ്ട് ആ വ്യക്തി ഉപയോഗിച്ചു എന്ന് വെച്ച് മറ്റൊരാൾക്ക് അതിൻ്റെ ഉപയോഗം നിഷേധിക്കുവാനോ അതിൻ്റെ ആ ഒരു യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് നോൺ റൈവൽ. ദെൻ ഒലിഗോപ്പൊളി, ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ and here a state of existing a state of limited competition, and here the market is shared by small number of big producers or sellers. Then output mix, optimal output mix എന്താണ്? It is known as economies as the most desirable combination of output attainable with the available resources, technology and social values. Okay, price discrimination. When a firm charges different prices to different groups of consumers for an identical good or service for reasons not associated with the cost, it is termed as price discrimination. വിവിധ വിലയ്ക്ക് വിവിധ ഉപഭോക്താക്കളോട് സാധനങ്ങൾ മുഖം നോക്കി കച്ചവടം നടത്തുക എന്നുള്ളതാണ്. ദെൻ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് പോളിസി. ജനറലി similar product with minor variations that are used by consumers while making a choice. വ്യത്യസ്തതകൾ പ്രോഡക്റ്റിൽ ഉണ്ടാക്കുന്നു. സിമിലർ പ്രോഡക്റ്റ് ആയിരിക്കും, മൈനർ വേരിയേഷൻസ് മാത്രമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണെന്ന് പറയാം. തന്നെ അനദർ കോൺസെപ്റ്റ് പ്രിസണേഴ്സ് ഡിലൈമ. ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ടു പ്ലെയേഴ്സ് ഈച്ച് ഹാവ് ടു ഓപ്ഷൻസ് whose outcome depends crucially on simultaneous choice made by the other, often formulated in terms of two prisoners separately deciding whether to confess to a crime. അതായത് ഒരു സാഹചര്യം വരികയാണ്, രണ്ട് കളിക്കാരവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് രണ്ട് കൺസ്യൂമേഴ്സിനെ എടുക്കാം. അപ്പോൾ അവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പേർക്കും ഉണ്ടാകുന്ന ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർണായകമായ ചില ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ട സാഹചര്യമായിരിക്കാം. അപ്പോൾ ഈ ടു പ്രിസണേഴ്സ് എന്ന രീതിയിൽ സെപ്പറേറ്റായിട്ട് എന്ത് ചെയ്യണം, അവർ തീരുമാനിക്കണം. ഒരുപക്ഷെ രണ്ടുപേരും ഒരേപോലെ ഇതിൻ്റെ ഭാഗമായി വരുന്നതായിരിക്കാം. അപ്പോൾ അവർ രണ്ടുപേരും ഒരു ക്രൈമിൻ്റെ ഭാഗമായിട്ട് അവർ കുറ്റം രണ്ടുപേരും ഒരുപോലെ സമ്മതിക്കേണ്ടി വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ചിന്താക്കുഴപ്പമാണ് ആരിത് ഏറ്റു പറയണം എന്നുള്ളത്. അതാണ് ആ പ്രിസണേഴ്സ് ഡിലൈമ എന്ന് പറയുക. ദെൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺസ് ടു എൻ്റർപ്രണേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആസ് വെൽ ആസ് ബിയറിംഗ് റിസ്ക്. Then production possibility curve. It is a graphical representation of the alternative combination of the amount of two goods or services that an economy can produce by transferring resources from one good or service to the another. അതായത് ഒരു എക്കോണമിയുടെ അവൈലബിലിറ്റിയിൽ ലഭ്യതയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നിലവിലുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഗുഡ്സ് അല്ലെങ്കിൽ രണ്ട് സർവീസസ് എന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ആ പ്രൊഡക്ഷനിൽ ഈ ഗുഡ്സ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുഡിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അത് എത്രത്തോളം എമൗണ്ട് നമുക്ക് കോമ്പിനേഷൻ ആൾട്ടർനേറ്റീവായിട്ട് കോമ്പിനേഷൻ ആ എമൗണ്ട് ഇതെല്ലാം എപ്രകാരമാണ് എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പ്രൊഡക്ഷൻ. അത് പോസിബിലിറ്റിയെ കുറിക്കുകയാണ്. ടു കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ആൻഡ് ഇറ്റ്സ് പോസിബിലിറ്റീസ്, ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് ദ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഓഫ് alternative combinations of two goods. Okay, then public goods are those goods that one individual can consume without reducing the availability of another individual and from which no one is excluded. Economists refer to public goods as non-rivalrous and non-excludable goods. Okay. Then again, price ceiling occurs when the government puts a legal limit on how high price of a product can be. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രത്തോളം അതിൻ്റെ ആ ഒരു വിലയുടെ
പരിധി എത്രത്തോളം, വിലയുടെ സീമാന്തമായ അതിർത്തി എത്രത്തോളമാണ്, നിയമപരമായ ഒരു ലീഗൽ ലിമിറ്റ് എത്രത്തോളം ആകാം എന്നതിനെ പറ്റിയുള്ളതാണ് പ്രൈസ് സീലിംഗ്. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് വെൻ ദ ഗവൺമെൻറ് പുട്ട് എ ലീഗൽ ലിമിറ്റ് ഓൺ ഹൗ ഹൈ the price of a product can be. Then quasi-rent. Quasi-rent means return to a factor of production over and above its average cost. It is a short-run concept. Then rent, it means the reward for the use of land. Short-run, the time period when at least one of the inputs is fixed. Then the supernormal profit, all firms earn supernormal profit when its profit is above that required to keep its resources in their present use of the long run. Okay. Then transfer earnings, minimum payment to be made to a factor of production to retain it in present employment. It refers to earning in the next best employment. Okay. Then again, wages. It refers to a payment for the use of labor, which refers to the human effort made for the production of goods and services through technical expertise or manual labor. VMP means value of marginal product. The price times the marginal product of fact. So all these are the various economic concepts all through the units. എക്കണോമിക്സിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ടെക്സ്റ്റിൽ ആദ്യം മുതൽ അവസാനം വരെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കേട്ടറിയേണ്ടതാകുന്ന കുറേ എക്കണോമിക്കൽ കൺസെപ്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുവാൻ. ഓക്കേ, കമൻറ്റ് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.